നമ്മുടെ തമിഴ്നാട് യാത്രയുടെ മൂന്നാമത്തെ ഭാഗമാണിത്. ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് നേരെ പോകുന്നത് നമ്മുടെ രാമേശ്വരം ലക്ഷ്യമാക്കിയാണ്. തൊട്ടടുത്ത് കണ്ട CNG പമ്പിൽ നിന്നും CNG കുത്തി നിറച്ചു. ഇവിടെ നിന്ന് രാമേശ്വരം എത്താൻ ഏകദേശം ഇനി 50 കിലോമീറ്ററോളം ബാക്കിയുണ്ട്. ഇടിച്ചു പൊളിഞ്ഞ ആംബുലൻസിനെ എടുത്ത് വഴിയിൽ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ. വഴിയിൽ ഒരു റെയിൽവേ ട്രാക്ക് കണ്ടു. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കടലും കണ്ടു. കടലിലാണെങ്കിൽ നല്ല നീല കളർ കിടക്കുന്ന വെള്ളവും കണ്ടാൽ എടുത്ത് ചാടാൻ തോന്നും. എന്നെ കണക്ക് നീന്താൻ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മുങ്ങിച്ചാവുകയും ചെയ്യും. ഞങ്ങൾ അങ്ങനെ പാമ്പൻ പാലത്തിലെത്തി. ഒരു കാലത്ത് ഈ പാലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലമായിരുന്നു. കപ്പലുകൾക്ക് സഞ്ചരിക്കാനായിട്ട് ഈ റെയിൽവേ പാലത്തിന്റെ മധ്യഭാഗം ഓപ്പൺ ആവുകയും ചെയ്യും. 1964-ലുണ്ടായ ഒരു ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് ഈ പാലത്തിന്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ തകർന്നു പോവുകയും അതിനെ തുടർന്ന് പുതുതായ ഒരു പാലം തകർന്ന പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുകയും ചെയ്തു. പാലത്തിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ കഴിയും. ഏകദേശം 2.2 കിലോമീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം. തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിനെ തമിഴ്നാട്ടിലെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഈ പാലം വഴി ഞങ്ങൾ ഇനി പോകുന്നത് നമ്മുടെ ശ്രീരാമനൊക്കെ ഉണ്ടായിരുന്ന ധനുഷ്കോടിയിലേക്കാണ്. അതിനു മുന്നേ നമുക്കൊന്ന് രാമേശ്വരം ക്ഷേത്രത്തിലും കയറണം. ബാക്കി അടുത്ത വീഡിയോ കാണാം. ബൈ.